നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് മാർച്ച് 15-നകം മാലിദ്വീപിലെ സൈനിക സാന്നിധ്യം പിൻവലിക്കാൻ തയ്യാറായി ഇന്ത്യ. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കായി ഇന്ത്യൻ പ്രതിരോധ സേന ഇരിക്കുകയാണെന്ന് പ്രതിരോധ വൃത്തങ്ങൾ ഇന്ത്യ ടുഡേയോട് വ്യക്തമാക്കി. മാലിദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിന്റെ കണക്കുകൾ പ്രകാരം നിലവിൽ 77 ഇന്ത്യൻ സൈനികരും അതുമായി ബന്ധപ്പെട്ട വസ്തുവകകളും മാലിദ്വീപിലുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുയിസു സർക്കാരിലെ 3 ഉപമന്ത്രിമാർ അപകീർത്തികരമായ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട നയതന്ത്ര തർക്കത്തിനിടയിലാണ് മാലിദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ തുടർന്നുള്ള എക്സ് പോസ്റ്റിന് കീഴെ അപകീർത്തികരമായ കമന്റുകൾ രേഖപ്പെടുത്തിയ സംഭവത്തിലാണ് മാലിദ്വീപിലെ മന്ത്രിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ലക്ഷദ്വീപിനെ മാലിദ്വീപിന് ബദൽ ടൂറിസ്റ്റ് കേന്ദ്രമായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമന്ത്രി മോദി നടത്തുന്നതെന്ന ആരോപണമാണ് മാലിദ്വീപ് ഉയർത്തിയത്. കഴിഞ്ഞ വർഷമാണ് മുയിസു മാലിദ്വീപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്നു മുതൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ മാലിദ്വീപ് അകൽച്ച കാണിച്ചു തുടങ്ങിയിരുന്നു. ചൈനയോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന മുയിസു ഇന്ത്യൻ വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അധികാരത്തിൽ കയറിയത്. മാലിദ്വീപിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 1 ദശാബ്ദം മുമ്പ് ഇന്ത്യ ധ്രുവ് ഹെലികോപ്റ്ററുകളും ഡോർണിയർ വിമാനങ്ങളും നൽകിയിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേന ഈ വിമാനങ്ങൾ പരിപാലിക്കുകയും മാലിദ്വീപ് സേനയെ അവിടെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന കപ്പൽ പാതകൾക്ക് തൊട്ടടുത്താണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഈ തന്ത്രപ്രധാനമായ സ്ഥലം ചൈന, ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുൻപേ തന്നെ കണ്ണുവെച്ചിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏതൻ ഉൾക്കടലിലേക്ക് കടൽക്കൊള്ള വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ചൈന തങ്ങളുടെ നാവിക കപ്പലുകൾ അയക്കാൻ തുടങ്ങിയിരുന്നു. അതിനുശേഷം ഇന്ത്യയെ സംബന്ധിച്ച് മാലിദ്വീപിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തു. വിനോദസഞ്ചാരത്തെ കൂടുതലായി ആശ്രയിച്ച് സമ്പദ് വ്യവസ്ഥ നിലനിർത്തുന്ന മാലിദ്വീപിൽ ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് 2 ലക്ഷത്തിലധികം ആളുകൾ സന്ദർശിക്കുന്നുണ്ട്. മാലിയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ കണക്കനുസരിച്ച് 2022-ൽ 2.5 ലക്ഷത്തോളം പേരും 2023-ൽ ഏകദേശം 2 ലക്ഷം പേരും ഈ ദ്വീപ് രാഷ്ട്രം സന്ദർശിച്ചിരുന്നു. ഇന്ത്യക്കെതിരെ അധിക്ഷേപ പരാമർശത്തോടെ തകർന്ന ഇന്ത്യ മാലിദ്വീപ് ബന്ധം വീണ്ടും വഷളാകുന്ന കാഴ്ചയാണ് കാണുന്നത്. മാലിദ്വീപിന് കനത്ത പ്രഹരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസം മേഖലയിലും വ്യവസായ രംഗത്തും മാലിദ്വീപ് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് ദ്വീപിന് പണി കിട്ടിയിരിക്കുകയാണ്. നേരത്തെ തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ മാലിദ്വീപിനെതിരായി രംഗത്ത് വന്നിരുന്നു. മാലിയെ ടൂറിസം രംഗത്ത് നിന്ന് ഒഴിവാക്കണമെന്നും ഇന്ത്യൻ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും നിരവധി പേർ ആഹ്വാനം ചെയ്തിരുന്നു. ഇപ്പോൾ സിനിമാ ചിത്രീകരണത്തിലും മാലിദ്വീപിനെ ഒഴിവാക്കണമെന്ന ആഹ്വാനമാണ് വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷനാണ് സിനിമാ ചിത്രീകരണത്തിന് മാലിദ്വീപിനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മാർച്ച് 15-ന് മുൻപ് ഇന്ത്യൻ സൈന്യത്തെ അവരുടെ ദ്വീപിൽ നിന്ന് പിൻവലിക്കണമെന്ന് മാലിദ്വീപ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നു. കുറച്ചുനാൾ മുൻപാണ് മാലിദ്വീപിലെ ചില മന്ത്രിമാർ നമ്മുടെ പ്രധാനമന്ത്രി കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചത്. ഇതിന് പിന്നാലെ ബോയ്ക്കോട്ട് മാലിദ്വീപ് ക്യാമ്പയിൻ ഇന്ത്യയിൽ തുടങ്ങിയിരുന്നു.